മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ അർജുനുണ്ട്. ബ്രോ സുഖാണ്? അവിടെ സുഖം ബ്രോ, അങ്ങനെ പോകുന്നു. അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? നന്നായിട്ട് പോകുന്നു. എന്താണ് പ്രീ സീസൺ കണ്ടപ്പോ എന്താണ് തോന്നുന്നത്? നമ്മൾ സൈനിങ്സിലേക്ക് വരാം. അപ്പൊ കഴിഞ്ഞ മത്സരത്തിൽ ലെവർകൂസിനെ നല്ല രീതിയിൽ തന്നെ തോൽപ്പിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അറ്റാക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയതുപോലെയാണ് ചില മത്സരമൊക്കെ കാണുമ്പോൾ തോന്നുന്നത്. നല്ലതായിട്ട് പ്രസ് ചെയ്യുന്നുണ്ട്, ഹൈ ഇന്റൻസിറ്റിയിലാണ് കളിക്കുന്നത്. എന്താണ് തോന്നുന്നത്? ഇതിപ്പോ ഒരു പുതിയ സീസൺ ആയതുകൊണ്ടാണ് പ്ലേയേഴ്സ് എല്ലാവരും ഫ്രഷ് ആണ്. മിക്കലാട്ടന്റെ പറയുണ്ടായിരുന്നു ഗബ്രിയൽ ജേസൂസിനെ കഴിഞ്ഞ സീസൺ ലാസ്റ്റ് ആയിട്ട് സംസാരിക്കുമ്പോഴും ഇപ്പൊ സംസാരിക്കാൻ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഹീസ് എ ന്യൂ പേഴ്സൺ നൗ, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പിന്നെ ഒബ്വിയസ്ലി ഒരുപാട് ലോങ് ഗ്യാപ്പിന് ശേഷം വരുന്നത്, അപ്പൊ പ്ലേയേഴ്സ് ഭയങ്കര ഫ്രഷ് ആണ്. അപ്പൊ അതിന്റെ ഒരു എനർജി ശരിക്കും പിച്ചിൽ കാണുന്നുണ്ട്. പിന്നെ ഫോർവേഡ് ലൈനപ്പ് എല്ലാവരും നന്നായിട്ട് കളിക്കും. ഇപ്പൊ ജെസൂസ് സ്റ്റാർട്ട് ചെയ്ത് നല്ല അടിപൊളി കളിയായിരുന്നു യുണൈറ്റഡിനെതിരെ കളിച്ചത്. പിന്നെ ഇന്നലെ കളിച്ചു പ്രസ്സിംഗ്, കൗണ്ടർ പ്രസ്സിംഗ്, ഡിഫെൻസീവ് വർക്ക് റേറ്റ്, പിന്നെ ഗോൾ സ്കോറിംഗ് നല്ല അടിപൊളി തന്നെ. അപ്പൊ എല്ലാവരും നല്ലൊരു റിജുവിനേറ്റ് ആയ പോലെ തോന്നുന്നുണ്ട്. സോ അടിപൊളി. ഓക്കെ, അപ്പോ സൈനിങ്സ് നോക്കിക്കഴിഞ്ഞാൽ കലഫിയറിനെ ഡിഫൻസിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഗബ്രിയേൽ അവിടെ സലീബ ഉണ്ട്. ഇനിയിപ്പോ പുള്ളിയുടെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഡിഫൻസ് നന്നായിട്ട് തന്നെ സോളിഡ് ആയിട്ട് തന്നെ പോകുന്നതാണ് ഈ ഒരു സൈനിങ്ങോട് കൂടെ നോക്കുന്നത്. ബ്രോയുടെ അഭിപ്രായത്തിൽ പുള്ളി ഒരു റെഗുലർ സ്റ്റാർട്ടർ ആയിരിക്കുമോ, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ട പോലെ ഗബ്രിയേൽ, സലീബ അവരൊരു ബാക്കപ്പ് ആയിട്ടായിരിക്കും പുള്ളിനെ യൂസ് ചെയ്യാൻ പോകുന്നത്? ഇതിപ്പോ കണ്ടറിയണ രാമൻകുട്ടി എന്ന് പറഞ്ഞ അവസ്ഥ. കാരണം ഇപ്പൊ ലെഫ്റ്റ് സൈഡില് സിൻഷൻകോ നന്നായിട്ട് കളിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ പുള്ളിക്കാരൻ ഒരു ഡിഫൻസീവ് ലയബിലിറ്റി ആവും ചില മാച്ചുകളിൽ. ഇറ്റ് ഹാപ്പൻസ് ടു എവറിബഡി. പക്ഷെ അത് സ്ട്രെങ്തൻ ചെയ്യാനാണ് ഇപ്പോൾ കാലിഫ്യൂറിനെ പോലത്തെ പ്ലേയേഴ്സിനെ കൊണ്ടുവന്നത്. പക്ഷെ ഇറ്റലിയിൽ എല്ലാവരും പറയുന്നത് കാലിഫ്യൂറിനെ സെന്റർ ബാക്ക് കളിപ്പിച്ചിട്ടില്ല, ഒരു നഷ്ടമാണ്. പുള്ളിക്കാരനെ ലെഫ്റ്റ് ബാക്ക് കളിപ്പിക്കുന്നതിൽ വലിയ താല്പര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് രണ്ടും റോള് കളിക്കാൻ പറ്റുന്ന ഒരു പ്രൊഫൈലുള്ള പ്ലെയർ ആണ്. സോ എനിക്ക് തോന്നുന്നത് ടീമിലേക്ക് ഇന്റഗ്രേറ്റ് ആയി വരുന്ന തോന്നുന്നത്. ഇപ്പൊ ടിംബർ ആ പൊസിഷൻ കളിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ ഇപ്പൊ കറന്റ്ലി ഒരു ചെറിയ ഇഞ്ചുറി ഉണ്ട്. ബട്ട് ഹോപ്പ്ഫുള്ളി ഫസ്റ്റ് മാച്ച് തിരിച്ചു വരും. ഗ്രാജുവലി ടീമിൽ ഇന്റഗ്രേറ്റ് ആവാനുള്ള ചാൻസ് കാണുന്നത്. ഐ തിങ്ക് ഹി വിൽ ബി എ റെഗുലർ സ്റ്റാർട്ടർ. പക്ഷെ കണ്ടറിയേണ്ടി വരും. അതിപ്പോ ഓഷിമൻ ആയിട്ടുള്ള ഒരു ലിങ്ക് ഒക്കെ വരുന്നുണ്ട്. നിങ്ങളൊരു അഡീഷണൽ സ്ട്രൈക്കർ ഒരു ലോണിലൂടെ ഓപ്ഷൻ ഒക്കെ എക്സ്പ്ലോർ ചെയ്യുന്നതായിട്ട് കേട്ടു. പക്ഷെ അതിൽ സോളിഡ് ആയിട്ടുള്ള ന്യൂസ് ഒന്നുമില്ല. ഇപ്പോ ചെൽസിയും ട്രൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഹിസൂസിനെ ഹാവർട്സിനെ വെച്ചിട്ടായിരിക്കോ ഈ സീസൺ മുമ്പോട്ട് പോകുന്നത്? കാരണം എൻകിറ്റിയെ പോകുന്നുള്ള ഒരു റൂമറും കേൾക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഓഷിമാനെ പോലൊരു സ്ട്രൈക്കറെ ട്രൈ ചെയ്യാനുള്ള എന്തെങ്കിലും ചാൻസ് കാണുന്നുണ്ടോ? എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നത് ഒരു സ്ട്രൈക്കറിന് ശ്രമിക്കുന്നതിൽ വലിയ അർത്ഥമില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ആർസണൽ ഇപ്പൊ അതൊരു പ്രയോറിറ്റി അല്ല. ഇപ്പൊ നമ്മളിപ്പോ എന്ത് പറഞ്ഞാലും കഴിഞ്ഞ പ്രാവശ്യം ഓക്കെ സ്ട്രൈക്കേഴ്സ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഇപ്പൊ ആർസണൽ എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. 90 ഗോളുകളോളം അടിച്ചിട്ടുണ്ട്. പക്ഷെ അതല്ല, മേ ബി പറയാം, നമുക്ക് വേണമെങ്കിൽ ഒരു ക്രിട്ടിക് എന്നുള്ള രീതിയിൽ പറയാം, ചിലപ്പോൾ 1-2 ചാൻസസ് കിട്ടുന്ന കളികളിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന പോലത്തെ പ്ലേയേഴ്സ് ഉണ്ട്. ട്രൂ, ഫെയർ ഇനഫ്. പക്ഷേ ഇപ്പോഴുള്ള മാർക്കറ്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് സ്ട്രൈക്കറോ അവൈലബിൾ ആയിട്ടുള്ളത്? ഒരു മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, ബെഞ്ചമിൻ സെസ്കോ. പുള്ളിക്കാരൻ വരുന്നില്ല എന്ന് പറഞ്ഞു. ഹീസ് ഗോയിങ് ടു റിമെയിൻ. പിന്നെയുള്ളത് വിക്ടർ ഓസിമൻ. ഭയങ്കര ഹൈ വേജസിൽ കളിക്കുന്ന പ്ലെയർ ആണ്. പിന്നെ ട്രാൻസ്ഫർ എന്താ പറയാ, വലിയ വാല്യൂ ആണ്. പുള്ളിക്കാരന്റെ റിലീസ് 120 മില്യൺ, 110 മില്യൺ സംതിങ് അങ്ങനെ എന്തോ ആണ്. അവർക്കിപ്പോ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഏക ഫോർമുല ചെൽസി ആയിട്ടാണ്. അല്ലാതെ എനിക്ക് ഓസിമൻ ആർസണലിൽ വരുന്ന ഒരു ചാൻസ് ഒന്നുമില്ല. പിന്നെ ആർസണൽ നോക്കുന്ന വേറൊരു സ്ട്രൈക്കർ എന്ന് വെച്ചാൽ സ്പോർട്ടിങ്ങിന്റെ വിക്ടർ യോക്കിയാരസ് എന്ന് പറഞ്ഞ ഒരു പ്ലെയറിനെയാണ്. പുള്ളിക്കാരൻ വരുന്ന പോലെ എനിക്ക് തോന്നുന്നില്ല 70-75 മില്യൺ. ബട്ട് ഐ ആം ഹാപ്പി. ഒരു ആർസണൽ ഫാൻ എന്നുള്ള രീതിയിൽ ഗബ്രിയൽ ജെസൂസിനെയും കായ് ഹാവർട്സിനെയും വെച്ച് കളിപ്പിക്കുന്നതിനെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പൊ ജെസൂസ് ഫോമിലാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരന് 15-18 ഗോൾ അടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ മതി. ആ ഒരു പൊസിഷൻ അത്രയും ഗോൾ കോൺട്രിബ്യൂഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഫെയർ ഇനഫ്, അത്രയും വേണ്ടുള്ളൂ. സ്ട്രൈക്കറിന് എന്താ പറയാ, അതൊരു പ്രയോറിറ്റി ആണെന്ന് വെച്ചാൽ എന്റെ അഭിപ്രായത്തിലല്ല, നോർ എ റിയാലിറ്റി. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായി ഉള്ളത്. അതെ, ഇപ്പോ ഔട്ട് ഗോയിങ്ങിന്റെ കാര്യം ചോദിക്കാറുണ്ട്. ഇപ്പോ നിങ്ങൾ എൻകിറ്റിനെ വിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. 1-2 ക്ലബ്സ് ഒക്കെ ഇൻട്രസ്റ്റഡ് ആണ്. പക്ഷേ 30 മില്യന്റെ അടുത്താണ് ആസ്കിംഗ് പ്രൈസ് ചോദിക്കുന്നത്. പുള്ളിക്ക് അവസരം കിട്ടിയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചില മത്സരം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇസൂസ് ഇഞ്ചുറി ആയ സമയത്ത് പുള്ളി കളിച്ചു. പുള്ളി ഒരു ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് സ്ട്രൈക്കർ ആണ്. പക്ഷേ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം പുള്ളി കളിച്ച എല്ലാ കളിയിലും സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ പുള്ളിനെ വെക്കുന്നതായിരിക്കും ഒരു പോസിറ്റീവായിട്ട് ഒരു ഇൻകം ഉണ്ടാക്കി ചിലപ്പോൾ റീഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ വേറൊരു സ്ട്രൈക്കറിലോ അല്ലെങ്കിൽ വേറൊരു പ്ലെയറിലോ വേണ്ടി നോക്കാനായിരിക്കോ ആർസണലിന്റെ ബോർഡ് ഇപ്പൊ നോക്കുന്നത്? തീർച്ചയായിട്ടും എൻകെറ്റിനെ ഓഫ്ലോഡ് ചെയ്യാനായിരിക്കും, ചെയ്യാനാണ് ആർസണൽ ആഗ്രഹം. പക്ഷെ അത് ആർസണലിന്റെ ടേംസിലായിരിക്കും എന്നുള്ളതാണ് വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. മാർസെ 3 മിഡോളം വെച്ചു, 23, 24, 25 അങ്ങനത്തെ എന്തോ റേഞ്ചിലാണ് വെച്ചത്. ബട്ട് ആർസണൽ ഭയങ്കര അഡമന്റ് ആയിട്ട് നിൽക്കുകയാണ്. 30 മില്യൺ പൗണ്ട്സ്
പിന്നെ എന്താ പറയാ ആഡ് ഓൺസും കൂടെ ചേർത്തിട്ട് ഒരു 30-35 മില്യൻസിന്റെ പാക്ക്. പക്ഷേ ഫുട്ബോൾ കാണുന്ന ഒരു മനുഷ്യന് എൻകെറ്റിനെ 35 മില്യൺ കൊടുത്ത് വാങ്ങിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അവരുടെ ടേംസിൽ സൈൻ ചെയ്യാന്നാണ് പറഞ്ഞത്. മേ ബി ഉണ്ടാവാം. അങ്ങനെ സെയിൽസ് നടത്തുന്ന ഒരുപാട് ക്ലബ് ഉണ്ട്. ഇപ്പൊ ചെൽസി അല്ലെങ്കിൽ മാൻ സിറ്റി ഒരു ലീഗ് അപ്പിയറൻസ് ഒക്കെ വെച്ച് കളിക്കുന്ന പ്ലെയറിന് 20-25 മില്യൺ ഒക്കെ വിറ്റ് പോകാറൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പൊ എൻകെറ്റിനെ പോലത്തെ ഒരു പ്ലെയർ മാഞ്ചസ്റ്റർ സിറ്റിയിൽ എത്ര കാലം നിൽക്കും? മാഞ്ചസ്റ്റർ സിറ്റി ടൈറ്റിൽ എപ്പോഴും ചലഞ്ച് ചെയ്യുന്ന ഒരു ടീമാണ്. അങ്ങനത്തെ ഒരു ടീമിൽ എൻകെറ്റിയെ പോലത്തെ ഒരു പ്ലെയർക്ക് സ്ഥാനം ഉണ്ടോ? ഇല്ല. സോ അതുപോലത്തെ ക്ലബ് ആവാനാണ് ആർസണൽ ശ്രമിക്കുന്നത്. അതുപോലത്തെ പ്ലേയേഴ്സിന് ഓഫ്ലോഡ് ചെയ്താലേ പറ്റുള്ളൂ. അപ്പൊ ഇനിയിപ്പോ വേറൊരു ക്ലബ്ബ് മനസ്സിൽ ആകെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്ലബ്ബ് ആദ്യം വെസ്റ്റ് ഹാം ആയിരുന്നു, പിന്നെ മാർസെ വന്നു. ഇനിയിപ്പോ അവര് ആ ഒരു ഹയർ ബിഡിൽ അവർ വേറെ ഏതോ സ്ട്രൈക്കറിനെ സൈനും ചെയ്യാൻ പോവാന്ന് തോന്നുന്നു. സോ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് എനിക്ക് ഈ ഒരു സീസണിൽ പോകാൻ തോന്നുന്നില്ല. പോയാൽ നല്ലത് ഓഫ് ലോഡ് ചെയ്യുന്നത്. ബട്ട് ഇറ്റ് ഇസ് വാട്ട് ഇറ്റ് ഇസ്. ഓക്കെ, അപ്പോൾ എക്സ്പെക്ടേഷനെ പറ്റി ചോദിക്കാം. ഇപ്പോൾ 2 ആഴ്ചകളിൽ പുതിയ സീസൺ തുടങ്ങാൻ പോവാണ്. ഇപ്പോൾ 2 പ്രാവശ്യം ഓൾമോസ്റ്റ് നമ്മൾ ടൈറ്റിലിൻ്റെ അടുത്ത് വരെ എത്തി. ബ്രോയുടെ അഭിപ്രായത്തിൽ ഞാൻ വേറെ 1-2 ഫാൻസിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചു. അവരും പറയുന്നത് ഡൊമസ്റ്റിക് കപ്പ് നമ്മൾ പലപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് അവർ പറയുന്നത് ഓക്കെ, യുണൈറ്റഡിന്റെ വളരെ മോശം സീസണാണ്, പക്ഷെ അവരൊരു ഡൊമസ്റ്റിക് കപ്പ് അടിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ക്ലബ്ബ് ഭയങ്കര മോശം സീസൺ ആയിരുന്നു, അവർ ഡൊമസ്റ്റിക് കപ്പ് അടിക്കുന്നുണ്ട്. ബ്രോയുടെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഓൾ ആൻഡ് ഔട്ട് EPL ജയിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണോ, അല്ലെങ്കിൽ ഒരു ഡൊമസ്റ്റിക് എങ്കിലും മിനിമം സെക്യൂർ ചെയ്യാനുള്ള ഒരു ഇതിലേക്ക് പോകണം? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എനിക്ക് തോന്നുന്നത് ആർസണല് ഡൊമസ്റ്റിക് കപ്പിന് ട്രൈ ചെയ്യുന്നില്ല എന്നെല്ലാം പറയുമ്പോൾ ഐ ഡോണ്ട് എഗ്രി. റൈറ്റ്, ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് എക്സ്പെരിമെന്റിലാണ്. ആ ട്രൈ നമ്മളിപ്പോ ഒരു ഡൊമസ്റ്റിക് കപ്പിൽ വരുന്ന ഒബ്വിയസ്ലി മെയിൻ പ്ലേയേഴ്സിന് കുറച്ച് റെസ്റ്റ് കൊടുക്കണം. കാരണം ആർസണൽ ഇപ്പൊ കഴിഞ്ഞ 2 സീസണില് ടൈറ്റിൽ പ്രീമിയർ ലീഗ് ചലഞ്ചാണ് ചെയ്യുന്നത്. സോ ഒബ്വിയസ്ലി ഇമ്പോർട്ടൻസ് അതിനാണ് തീർച്ചയായിട്ടും. പക്ഷെ ഡൊമസ്റ്റിക്കില് ഓക്കെ, ഈ ഒരു പ്ലെയറിന് പകരം ഒരു എക്സ് പ്ലെയറിന് പകരം ഒരു വൈ പ്ലെയറിനെ അവിടെ ഇറക്കി അവന് വേറെ റോൾ കൊടുത്തിട്ട് സക്സസ്ഫുൾ ആവുമോ എന്നുള്ളൊരു എക്സ്പെരിമെന്റ് ആണ് നാട്ടിൽ ചെയ്യുന്നത്. പക്ഷെ അതൊരു 50-50 ചാൻസ് ആണ്. നമ്മളിപ്പോ കണ്ടത് അതില് ഒബ്വിയസ്ലി ആ ഒരു എക്സ്പെരിമെന്റ് ആർട്ടറ്റ തോറ്റു. പക്ഷെ അതുകൊണ്ട് ഒരു മെയിൻ പ്ലെയറിനെ റെസ്റ്റ് ചെയ്തിട്ട് മറ്റേ പ്ലെയറിനെ കളിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, ചലഞ്ച് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചാമ്പ്യൻസ് ലീഗ് ഇത്രയും കഷ്ടപ്പെട്ടൊരു ക്വാർട്ടർ ഫൈനൽ വരെ പോകേണ്ട കാര്യമില്ലല്ലോ. സോ FA കപ്പ് അല്ലെങ്കിൽ ബാക്കിയുള്ള കപ്പാണെങ്കിലും കമ്പീറ്റ് ചെയ്യണം. കാരണം ഇപ്പോൾ സ്ക്വാഡ് ഡെപ്ത് വന്നു എല്ലാ പൊസിഷനിലും. ഇപ്പൊ ഏകദേശം മേ ബി സാക്കേന്റെ പൊസിഷനിൽ മാത്രമാണ് ഒരു റിലയബിൾ പ്ലെയർ ഇല്ല എന്ന് പറയാൻ പറ്റുന്നത്. ഇപ്പൊ നെൽസൺ നമുക്കതൊന്ന് 50-50 അല്ല, 25-75% ചാൻസ് ആണ്. സോ ഇനിയിപ്പോ കപ്പിലൊക്കെ എന്തായാലും ചാൻസ്. പക്ഷെ എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാല് ഇപ്പൊ പ്രീമിയർ ലീഗ് അടിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഏതൊരു ആർസണൽ ഫാൻ ഡൊമസ്റ്റിക് കപ്പൊക്കെ ഓക്കെ, പക്ഷെ ഒരു പ്രാവശ്യം ഒരു പ്രീമിയർ ലീഗ് കപ്പ് ഒന്നും അടിച്ചാലും. കാരണം ഇതിപ്പോ എത്ര കൊല്ലായി വെച്ചിട്ട് ഇതിപ്പോ 20 സോ അത് അടിക്കുക എന്നുള്ളത്. ഇപ്പൊ FA കപ്പ് 3-4 കൊല്ലം, മാർട്ടിന്റെ ഫസ്റ്റ് കൊല്ലം 4 കൊല്ലം മുമ്പാന്ന് തോന്നുന്നു, അതൊന്നും അടിച്ചാണ്. ബാക്കിയുള്ള എമിറേറ്റ്സ് കപ്പ് whatever. പക്ഷെ ഒരു ആർസണൽ ഫാനിന്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ പറയാം ഒരു പ്രീമിയർ ലീഗ്. കാരണം നമ്മൾ അവിടം വരെ എത്തിയതാണ്, ആ ഒരു ലൈനിൽ എത്തിയതാണ്. പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റാ. അതൊന്ന് കടന്നു കിട്ടാനാണ് ഇപ്പൊ ഏതൊരു ഫാനും ആഗ്രഹിക്കുക. അപ്പോ അതൊന്ന് കടന്നു കിട്ടിയതിനു ശേഷം പിന്നെ ഡൊമസ്റ്റിക് കപ്പ് വരുന്ന പോലെ എടുത്ത് ചെയ്യുക. ഇപ്പൊ ഒരുപാട് അക്കാഡമി ഗ്രാജുവേറ്റ്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ടീമില്. സോ അവരെയൊക്കെ വെച്ചിട്ട് എക്സ്പെരിമെന്റ് ആയിട്ട് ചെയ്യുക, എന്നിട്ട് നോക്കുക. അതന്നെ. അതെ. അപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. മൊറീന നിങ്ങൾ നെഗോഷിയേറ്റ് നടത്തുന്നു എന്നുള്ള ഒരു ന്യൂസ് പല സോഷ്യൽ മീഡിയയിലൊക്കെ കേൾക്കുന്നുണ്ട്. അഡ്വാൻസ് സ്റ്റേജിലായിരുന്നു ഫാബ്രിസിയോ റൊമാനോ 2 ദിവസം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ന്യൂസ് ഉണ്ടോ? പുള്ളി ഈ ഒരു സീസൺ തുടങ്ങുന്നതിന് മുമ്പ് വരാൻ ചാൻസ് കാണുന്നുണ്ടോ? ഇപ്പൊ ഭയങ്കര വിയേർഡ് എന്ന് പറഞ്ഞുകൂടാ. വേറെ ഇപ്പൊ വാർത്തകൾ എങ്ങനെയാ വരുന്നതെന്ന് അറിയാം. ഇപ്പൊ ലിവർപൂൾ സുബമെൻഡിൽ ഇൻട്രസ്റ്റഡ് ആണ്. അപ്പോ സുബമെൻഡി സപ്പോസ് ലിവർപൂളിലേക്ക് പോവാണെന്ന് വിചാരിക്കുമ്പോൾ മിഖേൽ മെറീനോനെ റിയൽ സോഷ്യഡാഡ് അവൈലബിൾ ആക്കുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ. ഇതാണ് സംഭവം. കാരണം അവരുടെ മിഡ്ഫീൽഡ് ആ 2 പ്ലേയേഴ്സ് ആണ്. ആ 2 പ്ലേയേഴ്സിന് പോയിട്ടുണ്ടെങ്കിൽ അവർ ആ ഒരു വോയിഡിൽ എന്ത് ആഡ് ചെയ്യുന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ സുബമെൻഡി ലിവർപൂളിലേക്ക് പോയി. അപ്പൊ മെറീനോ ആകെ ഇപ്പൊ ഒരു ഭയങ്കര കാം ആയിട്ടുള്ള സിറ്റുവേഷൻ. ആർസണലും മെറീനോ തമ്മിൽ എന്താ നടക്കുന്ന ഒരു പിടുത്തമില്ല. പക്ഷെ പെട്ടെന്നൊരു പോസിറ്റീവ് ന്യൂസ് വരികയാണ്. എല്ലാം ടേംസ് ഒക്കെ മുമ്പേ അഗ്രീഡ് ആയതാണ്. ഇനിയിപ്പോ സോഷ്യഡായിട്ടുമായിട്ട് ഒരു ഫീ അഗ്രി ചെയ്തതിനു ശേഷം വരുന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ ഒരു 48-72 hours ആയിട്ട് ഇപ്പൊ ഭയങ്കര ശാന്തമാണ്. കാര്യമായ വിവരങ്ങളൊന്നും വരുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്ന സൈനിങ് വരുന്നുള്ളത്. കാരണം അല്ലെങ്കിൽ വേറെ ഒരു ക്ലബിനെയും മെറീനോ എന്റർടൈൻ ചെയ്തിട്ടില്ല. ആർസണല് ആയിട്ട് സംസാരിച്ച് പുള്ളിക്കാരൻ മിക്കൽ ആർട്ടറ്റയുടെ ടേംസിലായി എനിക്ക് ആർസണൽ മാത്രം വേണമെന്നുള്ളൊരു സിറ്റുവേഷൻ ആണ് മെറീനോ ഉള്ളത്. സോ ഇനിയിപ്പോ ലാസ്റ്റ് മിനിറ്റിലൊക്കെ വന്ന് നല്ലൊരു അടിച്ചോണ്ട് പോവാണെന്നുണ്ടെങ്കിലേ ഉള്ളൂ. ബട്ട് നോക്കാം.
അതെ, അവസാനത്തെ ക്വസ്റ്റ്യൻ. ബ്രോ, ക്ലബിന്റെ മാനേജ്മെന്റ് എഡു, വിനയ് ഇവരൊക്കെ ഈ സീസണിൽ ആർട്ടറ്റനെ സപ്പോർട്ട് ചെയ്തതായിട്ട് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു പുള്ളിക്ക് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അവരെ ഓൾമോസ്റ്റ് വാങ്ങി കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് പുറത്തുനിന്ന് മനസ്സിലായത്. ഇൻവെസ്റ്റ്മെന്റ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം വലിയ ഡ്രാഗ് ഒന്നും ഇപ്പൊ മെറീനോന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അതെനിക്ക് തോന്നുന്നു വരുന്നു തോന്നുന്നു. അല്ലാതെ ഈ വീക്ക്നെസ് ഉള്ള ഏരിയയിൽ ക്ലബ്ബ് പുള്ളിനെ സപ്പോർട്ട് ചെയ്തതായിട്ടാണ് തോന്നുന്നത്. എന്താണ് ബ്രോയുടെ അഭിപ്രായം? തീർച്ചയായിട്ടും 100%. സി, ഇതിപ്പോ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോ എന്റെ ഒരു ഇതാണ് ഇത്, എന്റെ ഒരു എന്താ പറയാ അണ്ടർസ്റ്റാൻഡിങ് ആണിത്. ഒരു പ്ലെയറിനെ വേണമെന്ന് തീരുമാനിക്കുന്നത് ടീമിന്റെ മാനേജർ അല്ലെങ്കിൽ കോച്ച്, അവരാണ്. റൈറ്റ്? ഇപ്പൊ മിക്കൽ ആർട്ടറ്റ പറയണം എനിക്ക് റിക്കാർഡോ കാലിഫിയോറിനെ വേണം, റൈറ്റ്? ആ പ്ലെയർ എനിക്ക് വേണം, നിങ്ങൾ അത് എനിക്ക് വാങ്ങിച്ചു തരണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ മാനേജ്മെന്റിന്റെ ഇന്റഗ്രേഷനായി എന്ന് വെച്ചാൽ പിന്നെ എഡു നെഗോഷിയേഷൻ ടോക്ക് സ്റ്റാർട്ടിങ് അങ്ങനെ ചെയ്ത്. സോ എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോ ആർസണൽ ഒരു വീക്ക്നെസ് ആയിട്ടുള്ള ഒരു സ്ഥലം, ഇപ്പൊ മെറീനോ കൂടെ വന്നിട്ട് മിഡ്ഫീൽഡ് സോളിഡ് ആയി. ലൈക്ക് ഇനിയിപ്പോ 6 പ്ലെയറിനെ 6 നല്ല ഡിഫൻസീവ് ഭയങ്കര വർക്ക് റേറ്റുള്ള പ്ലേയേഴ്സ് ആണ് 6 പേരും. അവരെ കടന്നൊരു ഗോൾ അടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി ഹാർഡ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ആർട്ടറ്റയ്ക്ക് വേണ്ടുന്ന ഫുൾ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് വേണ്ടത് ഒരു സ്ട്രൈക്കർ എനിക്ക് തോന്നുന്നില്ല മേ ബി ആർട്ടറ്റയും ആവശ്യപ്പെട്ട് കാണുന്നുള്ളത്. കാരണം പുള്ളിക്കാരൻ കാണുന്നുണ്ട് പ്രീ സീസണിലെ ജെസൂസിന്റെ പ്രസൻസ് അല്ലെ കൈ ഹാവർട്സിന് എല്ലാവരും ഭയങ്കര തീപ്പൊരു ഫോമിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ മേ ബി സാക്കേന്റെ ഒരു സൈഡിൽ ഒരു പ്ലെയറെ വേണ്ടി വരും. അതിനിപ്പോ പല റൂമേഴ്സ് വരുന്നുണ്ട്, ഒരു ബ്രസീലിലെ ഒരു പ്ലെയർ. പക്ഷെ പുള്ളിക്കാരൻ 16 year old ആണ്. ഗബ്രിയൽ കാർവാലോ എന്ന് പറയുന്ന പ്ലെയർ. എത്ര ഗബ്രിയൽമാരെ ഇവർ കൊണ്ടുവരുന്ന ഒരു പിടുത്തമില്ല. ആ ഒരു സൈഡും കൂടെ ശരിയായിട്ടുണ്ടെങ്കിൽ, കാരണം സാക്കയ്ക്ക് ഇപ്പോ 40-45 കളി ഒരു സീസൺ കളിക്കുന്ന, ഐ മീൻ ഒബ്വിയസ്ലി വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ് അങ്ങനെയാണ്, എല്ലാ കളികളും കളിക്കും, ഫിറ്റ് ആയിട്ട് നിൽക്കും. പക്ഷെ എല്ലാവർക്കും ഒരു ബ്രേക്ക് വേണ്ടേ? ആ ഒരു പൊസിഷനിൽ മാത്രം ഒരു നല്ലൊരു പുള്ളിക്കാരന് കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റുന്ന പോലത്തെ ഒരു പ്ലെയറെ കൂടെ സൈൻ ചെയ്ത് ദ ടീം ഇസ് പെർഫെക്റ്റ്. ഇപ്പൊ അത്യാവശ്യം നല്ല ഡെപ്ത് ഉണ്ട്, ഒരു പ്രശ്നമില്ല. എനിക്ക് തോന്നുന്നു ബോർഡ് 110% ആർട്ടറ്റനെ സപ്പോർട്ട് ചെയ്തില്ല എല്ലാ സൈനിങ്സ്. ഇപ്പൊ നമ്മളിപ്പോ റൂമർ വെക്കുന്ന ആർട്ടറ്റ അങ്ങനെ പോയ ഒരൊറ്റ പ്ലെയർ മൂഡ്രിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് പോയത് കൊണ്ട് നന്നായി എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയാണ്. ഇത് എന്താ പറയാ, ഒരു പഴഞ്ചനുണ്ട്, പക്ഷെ എനിക്കത് പറയാൻ തോന്നുന്നില്ല. അതാണ് അവസ്ഥ. എനിക്ക് ബാക്കി എല്ലാ രീതിയിലും ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരനെ. ഓക്കെ, അപ്പോ താങ്ക് യു സോ മച്ച്. ലാസ്റ്റ് ഒരു കമന്റ് ഒറ്റ, ഇപ്പൊ ഞാൻ അത് സത്യാന്ന് അറിയില്ല, സ്കൈലൊക്കെ കാണുന്നുണ്ട്, പുള്ളി കുറെ പോക്കറ്റിനെ ആൾക്കാരെ ഹയർ ചെയ്തിട്ട് ഇത് റൂമറാണ് പറഞ്ഞാണ് ടാഗ് ലൈൻ കൊടുത്തത്. മിക്കൽ ആർട്ടറ്റ ഹയറിംഗ് ക്രിമിനൽസ് ഫോർ ദ ഡ്രസ്സിംഗ് റൂം, അങ്ങനെ എന്തോ പറഞ്ഞ ഞാൻ കണ്ടു. ഞാൻ വായിച്ചു നോക്കില്ല, എന്ന് വെച്ചാൽ എന്തോ ഒരു അതിന് വായിക്കണത്. അതെ, സംഭവം ഞാൻ മനസ്സിലാക്കിയത്, പുള്ളി ഇവരെ ഹയർ ചെയ്തിട്ട് ഒരു ഡിന്നർ സമയത്ത് ആർസണലിന്റെ ആൾക്കാരുടെ സാധനമൊക്കെ അടിച്ചു മാറ്റി, എന്നിട്ട് പോക്കറ്റ് ചെക്ക് ചെയ്യാൻ പറഞ്ഞപ്പോ പോക്കറ്റിൽ നിന്ന് പലതും മിസ്സിങ്. അപ്പൊ ഇവരോട് പറയാണ് അലേർട്ടായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് സംഭവിക്കുക. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുള്ളി ചെയ്തത്. സ്കൈ റിപ്പോർട്ട് ചെയ്താണ്, പക്ഷേ ഇത് സത്യാന്ന് അറിയില്ല, ഇത് വന്നൊരു റിപ്പോർട്ടാണ്. അപ്പൊ എന്തായാലും അതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള അപ്രോച്ചാണ് പ്ലേയേഴ്സിന് മനസ്സിലാക്കി കൊടുക്കുക. അടിപൊളി. അപ്പൊ ബ്രോ, താങ്ക് യു സോ മച്ച് ജോയിൻ ചെയ്തതിന്. നമുക്ക് അടുത്ത ഇതൊക്കെ തുടങ്ങിയ ശേഷം ഒരിക്കൽ കൂടി കാണാം. Sure. Okay. Yeah, take it. Bye. Yeah.